അപ്പോൾ ചങ്ങന്മാരങ്ങൾ വീട്ടിൽ ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ കായ്ക്കൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് ചോദിച്ചു. നമ്മളത്തെ പുതിയൊരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. സോബോ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. കായ്ബലം തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആയാലും പച്ചക്കറി തൈകളായാലും മണ്ണിൽ വളം കൊടുക്കുന്നതിന് പകരം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ട് ഉണ്ട് ഒരു പ്രോഡക്റ്റ്. പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ബോർ എന്ന് പറയുന്ന മൂലകങ്ങളുടെ ഒരു മിക്സ് ആയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് കേട്ടോ. അതായത് ഒരു ചെടി കായ്ക്കൽ തുടങ്ങിയാൽ അതിന് പ്രധാനമായിട്ട് ആവശ്യമുള്ള മൂലകമാണ് പൊട്ടാഷ്യം. ഒരു ഫ്രൂട്ടിന്റെ ടേസ്റ്റും അതിന്റെ സൈസും അതിന്റെ കളറൊക്കെ തീരുമാനിക്കുന്നത് പൊട്ടാഷ്യം എന്ന് പറയുന്ന ഒരു മൂലകമാണ് കേട്ടോ. ഇപ്പോൾ റംബുട്ടാനൊക്കെ കായ്ക്കുന്ന സമയത്തുകൊണ്ട് നമ്മൾ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഉപകാരങ്ങൾ നമുക്കുണ്ട്. ഇപ്പോൾ ഇത് മഗ്നീഷ്യത്തിന്റെ അഭാവം മൂലമുള്ള ഒരു പ്രശ്നമാണ്, അത് മാറിക്കിട്ടും. ഇതൊക്കെ മഗ്നീഷ്യത്തിന്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് ചെടിയിൽ കാണുന്നതാണ്. ഈ ഒരു പ്രശ്നം കാണുന്നത് ബോറോണിന്റെ കുറവാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമ്മളെ ഫ്രൂട്ടിന് വരുന്നതൊക്കെ ഈ ഒരൊറ്റ സ്പ്രേയും കൊണ്ട് നമുക്ക് മാറിക്കിട്ടും. കായ്ഫലായി തുടങ്ങിയിട്ടുള്ള പച്ചക്കറികൾക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ മണ്ണിൽ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കായകൾ കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങൾ, കായകൾ വ്യത്യസ്തമായ ആകൃതിയിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല ഫ്രൂട്ട്സ്, നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തണ്ണിമത്തനൊക്കെ പ്രത്യേകിച്ച് നല്ല മധുരം, നല്ല കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് നോർമലായിട്ട് നമ്മൾ ചെടിക്ക് കൊടുക്കേണ്ട വളങ്ങളുടെ ഒരു ടോട്ടൽ മിക്സ് ആയിട്ട് നല്ല കോമ്പിനേഷനിൽ വരുന്നതാണ്. പൊട്ടാഷ്യം, മഗ്നീഷ്യം, സിങ്ക്, ബോറോണായിട്ട് വരുന്നതാണ്. ചെറിയ നമ്മൾ അടുക്കള തോട്ടങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന 200 ഗ്രാമിൻ്റെ പാക്കറ്റ് നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ആവശ്യക്കാരൻ്റെ ജസ്റ്റ് ഒന്ന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.